നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഡെങ്കു പനി വരുന്ന സമയത്ത് പല പേഷ്യൻസ് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലേറ്റ്ലേറ്റിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ് പപ്പായയുടെ ഇലയുടെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും. കാരണം അവർ പ്ലേറ്റ്ലേറ്റിന്റെ അളവ് കൂട്ടാനായിട്ട്. ഈ ഇലയുടെ കൂടെ തന്നെ നമുക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഔഷധക്കൂട്ടുകളുണ്ട്. ഒന്നാമത്തെയാണ് ചിറ്റമൃത് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ചിറ്റമൃതിന്റെ നിങ്ങൾ ജ്യൂസ് ഈ ഡെങ്കു ഫീവറുള്ള സമയത്ത് കുടിക്കുകയാണെങ്കിൽ ഈ ഡെങ്കു പനി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ശരീരവേദന, ക്ഷീണം, അതുപോലെ തന്നെ പനീനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ചിറ്റമൃത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ആടലോടകം എന്ന് പറയുന്നത്. ഇതൊരു ശ്വാസകാസ രോഗങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഡെങ്കു ഫീവർ വരുന്ന സമയത്ത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബോഡിയിൽ നന്നായിട്ട് വേദന ഉണ്ടാക്കുക. ഇത് ശരീരത്തിലെ വേദന അതുപോലെ തന്നെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഒരു രക്തപിത്തഹര ആയിട്ടാണ് കാണുന്നത്. അതായത് ചില കണ്ടീഷൻസിൽ ഇന്റേണൽ ബ്ലീഡിങ്ങും ഡെങ്കു ഫീവർ ഉണ്ടാകുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. ഇതിനൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ ആടലോടകം. മൂന്നാമത്തെ ഒരു കാര്യമാണ് ആടിന്റെ പാല്. ഈ ആട്ടുംപാലും എന്ന് പറയുന്നത് ശരീരത്തിലത്തെ പ്ലേറ്റ്ലേറ്റിന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു ഔഷധമാണ്. ചില സമയങ്ങളിൽ പപ്പായയുടെ ഇല ധാരാളമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഏത് ഔഷധമാണെങ്കിലും മുന്നോട്ടേ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു പാത്തോളജി ടെസ്റ്റും നടത്തുന്നത് വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും.